പുക്കാട്ടുപടിക്കും കിഴക്കമ്പലത്തിനും മിഡിലായിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. സ്ഥലത്തിൻ്റെ പേര് ചെമ്മലപ്പടി എന്നാണ്. പുക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് 2 കിലോമീറ്റർ, കിഴക്കമ്പലം മാർക്കറ്റ് ജംഗ്ഷനിലേക്കും 2 കിലോമീറ്ററാണ്. കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളിനോട് തൊട്ടടുത്തായിട്ടുള്ളൊരു പ്രോജക്റ്റും കൂടിയാണ്. ഗേറ്റഡ് വില്ലയാണ്. 3.5 സെൻറ്റ് ലാൻഡ് ഏരിയയിൽ 1500 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. ഇവിടുന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകുന്നതാണ്. പുക്കാട്ടുപടി ജംഗ്ഷൻ വളരെ അടുത്തായതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഈസി ആക്സസ് ഉള്ള ഒരു ഏരിയയും കൂടിയാണ്. നമുക്കിനി ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. വീതിയുള്ള ടാർ റോഡാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. വീടിൻ്റെ എലവേഷൻ ആണെങ്കിലും ഭംഗിയുള്ളൊരു എലവേഷൻ കിട്ടിയിട്ടുണ്ട്. നേരെ നമ്മൾ കോമ്പൗണ്ടിനകത്തേക്കാണ് വരുന്നത്. സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഫോൾഡ് ചെയ്യുന്ന രീതിയിലും ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ടൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. പവർ പോയിന്റ് വരുന്നുണ്ട്. ഈ ഭാഗം വരുന്നത് ഈസ്റ്റ് സൈഡാണ്. നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ടൈല് വിരിച്ചിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് വെല്ല് വരുന്നുണ്ട്. നല്ല വെള്ളം കിട്ടുന്ന ഏരിയ കൂടിയാണ്. വെള്ളത്തിനകത്ത് മോട്ടർ കിടക്കുകയാണ്. കിച്ചണിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സൗത്ത് വെസ്റ്റ് ഭാഗത്തേക്ക് വരാം. ഈ ഭാഗമാണ് സൗത്ത് വെസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇവിടെയും നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സ്പേസ് നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്. ചെടികളൊക്കെ വെക്കാനുള്ള സ്പേസ് ആയിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. കയറി വരുന്ന ഭാഗത്ത് കോബിൾ സ്റ്റോൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ ഫ്രണ്ടിൽ ടൈലും കൊടുത്തിട്ടുണ്ട്. ഇനി ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്കും കൂടി വരാനുണ്ട്. അപ്പോൾ ഇത്രയാണ് പുറത്തെ വിശേഷം. ഇനി നമ്മൾ അകത്തേക്ക് വരികയാണ്. സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റും ടൈലും കൂടി മിക്സ് ചെയ്തിട്ടാണ്. കയറി വരുന്ന എൻട്രൻസിന് മേലെയായിട്ട് ഫാൾ സീലിങ്ങിൽ LED സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് വരുന്നുണ്ട്. നല്ലൊരു വർക്കും നമുക്കൊരു ഡിസൈനും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതായത് കയറി വരുന്ന ഭാഗത്തുള്ളൊരു ഡിസൈനാണ്. അതിനെയും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ എൻട്രൻസ് വന്നിരിക്കുന്നത് കിഴക്കോട്ടാണ്. അതായത് ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്യുന്ന വീടും കൂടിയാണ്. സിംഗിൾ ഡോറാണ്. നല്ല മരത്തിൽ തീർത്ത ഡോറ് കൊടുത്തിട്ടുണ്ട്. നേരെ അകത്തേക്ക് കയറുകയാണ് നമ്മൾ. അത്യാവശ്യം വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് കോർണർ സോഫ സെറ്റിയൊക്കെ ഇടാവുന്നതാണ്. ഇതാണ് സൗത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡ്. അപ്പോൾ സൗത്ത് വെസ്റ്റ് ഭാഗമായിട്ട് വരും. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു TV സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഒരു ഭിത്തി പൂർണ്ണമായിട്ടും കവർ ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫൈബർ ലാമിനേഷൻ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസും കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് സ്പേസ് കിട്ടി. ഇനി നമ്മൾ ഡൈനിങ്ങിലേക്ക് വരികയാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഡൈനിങ് ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. ഒതുങ്ങി മാറിയിട്ടാണ് വാഷ് കൗണ്ടർ കൊടുത്തുള്ളത്. ഒരു കൗണ്ടറായിട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് താഴെ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. LED ലൈറ്റുകൾ, മിറർ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. വലിപ്പമുള്ളൊരു ടേബിൾ ഇടാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു ഭിത്തിയിൽ സിമെൻറ്റ് ടെക്സ്ചർ വർക്കൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. വലിപ്പമുള്ള വിൻഡോസുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് സ്ലൈഡിങ് ഡോറുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ കിട്ടിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയയ്ക്ക് മേലെയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്. ഈസ്റ്റ് സൈഡിൽ 3 പാളി ജനലും വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ കിച്ചണിലേക്കാണ് പോകുന്നത്. കിച്ചൺ ക്ലോസ്ഡ് കിച്ചനാണ്. ഡോറ് വന്നിട്ടുണ്ട്. ഒരു L ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. നാനോ വൈറ്റ് ആണ്. ഇവിടെ ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വന്നിട്ടുണ്ട്. സിറയുടെ 2 ടാപ്പ് കൊടുത്തിട്ടുണ്ട്. വശങ്ങളിലെ ഭിത്തിയെല്ലാം ടൈൽ പാറ്റേൺ മാറ്റം വന്നിട്ടുണ്ട്. ഒരു കളർ ഡിസൈനും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വശങ്ങളിലെല്ലാം കൈ എത്തുന്ന ദൂരത്ത് കബോർഡ് കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. വാം ലൈറ്റ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കിച്ചൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്. ഇവിടെയായിട്ട് നമുക്ക് വലിയൊരു ഫ്രിഡ്ജ് വയ്ക്കാനുള്ളൊരു സ്പേസും പവർ സ്വിച്ചും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നീറ്റായിട്ട് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇനി കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗം നോക്കാം. നോർത്ത് സൈഡിലേക്ക് ഡോറ് വന്നിട്ടുണ്ട്. കിച്ചന് സൈഡിലായിട്ട് വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസ് നമുക്കുണ്ട്. അത് ഷീറ്റ് വർക്ക് ചെയ്യാനായിട്ട് ഡ്രസ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വെല്ല് വരുന്നുണ്ട്. നോർത്ത് വെസ്റ്റ് ഭാഗത്തും സ്പേസ് ഉണ്ട്. ടാപ്പ് പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. നടക്കാനുള്ള സ്പേസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട്. വർക്ക് ഏരിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ബെഡ്റൂമിൻ്റെ സൈസ് വന്നിരിക്കുന്നത് 12.5 അടി നീളവും 12 അടി വീതിയിലുമാണ്. അപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ്, വടക്ക് പടിഞ്ഞാറ് ഭാഗം. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ
വെസ്റ്റ് സൈഡിൽ 3 പാളി ജനലും നോർത്ത് സൈഡിൽ 3 പാളി ജനലും വന്നിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള കബോർഡുകളാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. വിത്ത് കമ്പ്യൂട്ടർ ടേബിളോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനൊരു ഡ്രസ്സിങ് ഏരിയ കൂടി നമുക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ ആയിട്ട് മിററിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. LED ലൈറ്റ് കൊടുക്കേണ്ട സ്പേസ് ഉണ്ട്, സ്റ്റോറേജ് സ്പേസും ഉണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, 3-way മിക്സർ ടാപ്പ്, സിംഗിൾ പീസ് ക്ലോസറ്റ്, സെറയുടെ ഫിറ്റിംഗ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. താഴെ മാറ്റ് ടൈല് വിത്ത് ഗ്ലോസി ആണ്. ഗ്ലോസി ടൈലിൻ്റെ അതേ പാറ്റേണിലുള്ള മാറ്റ് ടൈലാണ് താഴെ കൊടുത്തുള്ളത്. ഒരു സൈഡിൽ കളറിന് വേരിയേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാത്റൂം കിട്ടി. PVC ഡോറാണ് ഇതിന് വന്നുള്ളത്. ഇനി നമ്മൾ അപ്പർ ലിവിങ്ങിലേക്ക് പോവാണ്. അപ്പറിലേക്ക് പോകുന്നതിന് ഭാഗമായിട്ട് സ്റ്റെയറിനടിയിൽ ഫുള്ള് കവർ ചെയ്തിരിക്കുകയാണ്. ഇൻവെർട്ടറോ മോപ്പോ ഒക്കെ വെക്കാനുള്ള സ്പേസ് ആയിട്ട് നമുക്ക് അതിനെ യൂസ് ചെയ്യാവുന്നതാണ്. മേലേക്ക് കയറാം. ഇതിൻ്റെ സ്റ്റെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വുഡിൻ്റെ ടെക്സ്ചറിലുള്ള ടൈലാണ്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്, സ്റ്റീലിൻ്റെ ഹാൻഡിലാണ്. ഈസി ആയിട്ട് മേലേക്ക് കയറാം. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഫുൾ ലെങ്ത് ആയിട്ടുള്ളൊരു ഗ്ലാസ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിനൊരു പെർഗോളയുടെ ഡിസൈൻ കൂടി കണക്ട് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിൽ നമുക്കിത് ഓപ്പൺ ചെയ്യാവുന്നതുമാണ്. മേലെ പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോസ് ആണ് വന്നുള്ളത്. കർട്ടൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു കർട്ടനും കൊടുത്താൽ കളറാവുകയും ചെയ്യും. അപ്പർ ലിവിങ്ങിലേക്കാണ് വരുന്നത്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പർ ലിവിങ് കിട്ടിയിട്ടുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ് വരുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. ഏകദേശം ഒരു 13 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. കബോർഡിൽ മിററിന് ഒരു ഓപ്ഷനും കൂടി നമുക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്. അതായത് ഡ്രസ്സിംഗ് ടേബിളായിട്ട് യൂസ് ചെയ്യാം. ഇത് കൂടാതെ തന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് വലിയൊരു മിററിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ലൈറ്റും കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റോറേജ് സ്പേസോട് കൂടിയുള്ള ഡ്രസ്സിംഗ് ടേബിൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും കൂടിയാണ്. ഇനി നമ്മളിതിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. 12 അടി നീളവും 12 അടി വീതിയുള്ള മാസ്റ്റർ ബെഡ്റൂമാണ്. ഇതാണ് സൗത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡാണ്. അപ്പോൾ സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് കന്നിമൂലയാണ്. അവിടെ തന്നെയാണ് ബെഡ്റൂം വന്നുള്ളത്. വാസ്തു കൂടി നോക്കി തന്നെയാണ് വീട് ചെയ്തിട്ടുള്ളത്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല കബോർഡ് വരുന്നുണ്ട്. ബാത്റൂമും കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, 3-way മിക്സർ ടാപ്പാണ്. അത് കൂടാതെ തന്നെ സിംഗിൾ പീസ് ക്ലോസറ്റും വന്നിട്ടുണ്ട്. താഴെ മാറ്റ് ടൈലാണെന്നുണ്ടെങ്കിൽ വിത്ത് ഗ്ലോസിയാണ്. ഇത് കൂടാതെ റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബാത്റൂമും നമുക്കിവിടെ കിട്ടി. ഇനി നമ്മൾ ഇതിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് പോകുന്നത്. അതിവിശാലമായുള്ളൊരു യൂട്ടിലിറ്റി സ്പേസാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇവിടെയായിട്ട് പവർ പോയിൻ്റ്, വാട്ടർ പോയിൻ്റ്. അപ്പോൾ നമുക്കിവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാം. അലക്കി വിരിച്ചിടാനായിട്ട് ഈ സ്പേസ് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന ഭാഗം ലാഡർ അടിച്ച് ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടച്ചുറപ്പുള്ളൊരു നല്ലൊരു യൂട്ടിലിറ്റി സ്പേസ് കിട്ടുന്നതാണ്. അതെല്ലാം മേലെ നമ്മൾ റൂഫ് വർക്കും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേലത്തെ സ്പേസും കൂടി നമുക്ക് യൂസ്ഫുള്ളാണ്. പിന്നെ നമ്മളിതിൻ്റെ ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. കവേർഡ് ബാൽക്കണിയാണ്. കേർവ്ഡ് ഡിസൈനാണ് ഇതിന് വന്നുള്ളത്. ഹാൻഡിലെല്ലാം കേർവ് ചെയ്തുകൊണ്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റീലിൻ്റെ ഹാൻഡിൽ വന്നിട്ടുണ്ട്. ബീഡിങ് കൊടുത്തിരിക്കുന്ന വുഡിൻ്റെ ടെക്സ്ചർ ടൈലും കൂടിയാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ബാൽക്കണിയും കൂടി നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. മനോഹരമായുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. പുക്കാട്ടുപടിക്കും കിഴക്കമ്പലത്തും മിഡിലായിട്ട് നല്ലൊരു പ്രോജക്റ്റിൽ വരുന്ന മനോഹരമായുള്ള വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 3.5 സെൻറ്റ് ലാൻഡ് ഏരിയ വരുന്നുണ്ട്. 1500 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 55 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിളുമാണ്. അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഈ വീടിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്റ്റ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.